ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷനുമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളറിയുന്ന മറ്റുള്ള യൂട്യൂബേഴ്സിന് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലേക്ക് പുതുതായി കടന്നു വരുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്നാ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഓക്കെ, പലരും നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നത് 3000 വാച്ച് അവറും 500 സബും 3 മില്യൺ വ്യൂസും 3 മില്യൺ വ്യൂസും ാണ് കാണിക്കുന്നത്. അതെന്താ പലരും 4000 വാച്ച് അവർ വേണം എന്ന് പറയുന്നത്, 1000 സബ് വേണം എന്ന് പറയുന്നത്, അപ്പൊ 500 പോരെ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. സത്യത്തില് അതിന് പറയുന്നതാണ് ഹാഫ് മോണിറ്റൈസേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതൊരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കത് എനേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈ ബിസിനസ്സുകാര്, കോഴ്സൊക്കെ ചെയ്യുന്ന ആളുകൾ, എഡ്യൂക്കേഷൻ ചാനലുകൾ, പിന്നെ ചാറ്റ് റൂമൊക്കെ നടത്തുന്ന ചാനലുകൾക്കൊക്കെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. അതല്ലാതെ നമ്മളിപ്പോൾ കുക്കിംഗ്, അതുമാതിരി ബ്ലോഗ്, അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഓക്കെ, 4000 വാച്ച് അവറും 4000 വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബും 1K സബ്. ഓക്കെ, 1000 എന്ന് പറയുന്നത് 1K അറിയാലോ അല്ലെ. അപ്പൊ 1K സബും വേണം നമുക്ക് എന്താവാനായിട്ട്, മോണിറ്റൈസേഷൻ ആവാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് അത് ചോദിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കാണുമ്പോൾ അതിന്റെ കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും 1000 സബും 4000 വാച്ച് അവറും 10 മില്യൺ വ്യൂസും ഷോർട്സിന്. നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താ കാണിക്കുന്നത്, 3 മില്യൺ മതി അല്ലെ. പക്ഷെ ഇവിടെ 10 മില്യൺ ഷോർട്സിന്റെ വ്യൂസ് വേണം. ഒന്നില്ലെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ 4000 വാച്ച് അവറും 1000 സബും. അതല്ല എങ്കിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ, ഷോർട്സിന് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവാൻ പറ്റും, മോണിറ്റൈസേഷൻ ആവാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അതിലുപരി പല ആളുകൾക്കും സംശയം വന്നിട്ടുള്ളതാണ്, നമ്മുടെ എലിജിബിലിറ്റിയുടെ അവിടെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ അപൂർവം ചില ചാനലുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ ഉണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേ ടേക്ക് അപ് ടു എ വീക്ക് ടു അപ്ഡേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ അപ്ഡേറ്റ് ആവും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോ പുതിയ ചാനലുകൾക്കും ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണാൻ ഇടയാവുന്നുണ്ട്. അപ്പൊ നോർമലി ഇനിയിപ്പോ അത് എല്ലാ ചാനലുകൾക്കും, അതായത് മോണിറ്റൈസേഷൻ ആവാത്ത എല്ലാ ചാനലുകൾക്കും ഇങ്ങനെ ഒരു മെസ്സേജ് കാണും. നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. അതിന് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നല്ല, എപ്പോഴാണോ 4000 വാച്ച് അവർ ആവുന്നത് അപ്പൊ നമുക്ക് അപ്ലൈ ബട്ടൺ വരും, അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടുകൂടിയിട്ട് ആ മെസ്സേജ് അവിടെ നിന്ന് അവര് റിമൂവ് ചെയ്യും. ആര് റിമൂവ് ചെയ്യണം? വേറെ ആർക്കും റിമൂവ് ചെയ്യാൻ കഴിയില്ല, യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യണം കേട്ടാ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആരും സമീപിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് 4000 വാച്ച് അവർ ആവുന്നത് അപ്പോ അത് അവിടെ നിന്ന് റിമൂവ് ആവുന്നത്, ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. 4000 വാച്ച് അവർ നിങ്ങൾ എങ്ങനെയെങ്കിലും നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് വാച്ച് അവർ കൂട്ടാൻ നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ മിനിമം 2 വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആഴ്ചയിൽ മിനിമം 2 വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.
യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഫ്രീ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ ഒരു യൂട്യൂബർ ആണ് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങൾ പറയാ. ഇതൊരു പാർട്ട് ടൈം ജോബ് പോലെ നിങ്ങൾക്ക് അത് നടക്കാവുന്നതാണ്. നമ്മുടെ മറ്റുള്ള എല്ലാ സമയത്തിന് ശേഷം അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് അതിൽ ഇൻവോൾവ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ സ്നേഹിക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ഒപ്പം തന്നെ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം കിട്ടും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് യൂട്യൂബ് വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും നിരാശരാവണ്ട, കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വരുമാനം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പുതുതായിട്ട് കടന്നു വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഈ ചാനൽ ഒരുപാട് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം ഷുവറാണ്, തീർച്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഷമീർ തൃശൂർ